ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മുഹമ്മദ് ഫാരിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളെ കുറിച്ച് പഠിച്ചിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു നാഷണൽ ലെവലുള്ള പദവികൾ, പ്രധാനപ്പെട്ട പദവികൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ പലരും കമന്റ് ചെയ്തിരുന്നു. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ ക്യാബിനറ്റ്, മന്ത്രിസഭ നമ്മൾ പറയുന്നില്ല, കാരണം മന്ത്രിസഭ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. കറന്റ് ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിസഭ അതിൽ ആരൊക്കെയാണ് എന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നില്ല. ജനറലി നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രസിഡന്റ്, പ്രധാനമന്ത്രി, അങ്ങനത്തെ കുറച്ച് ജനറൽ ആയിട്ടുള്ള പദവികളാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പൊ ആദ്യം തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് എന്നതിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 3ാം തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സോ അതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അടുത്തത് വൈസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? ജഗദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. അതുപോലെ അദ്ദേഹം എന്താണ്? രാജ്യസഭയുടെ ചെയർമാൻ ആണ്, അല്ലെ? രാജ്യസഭയുടെ അധ്യക്ഷനാണ് ആര്? വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? ജഗദീപ് ധൻകർ ആണ്. അടുത്തത് അറ്റോർണി ജനറൽ, അല്ലെ? അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ്, നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ആർ വെങ്കിട്ടരമണി. അടുത്തത് സോളിസിറ്റർ ജനറൽ. ഓക്കെ, ഈ അറ്റോർണി ജനറലിന്റെ കീഴേ വരുന്ന, ഇപ്പൊ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദത്തില് താഴെത്തട്ട് എന്ന് പറയുമല്ലോ, അതുപോലെ അറ്റോർണി ജനറലിന്റെ താഴെത്തട്ടിൽ വരുന്ന ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. സോ അതാരാണ്? തുഷാർ മേത്ത. തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി. ഒരു IAS ഉദ്യോഗസ്ഥന് എത്താൻ പറ്റാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് ഏത്? സംസ്ഥാന തലങ്ങളിലാണെങ്കിൽ അത് ചീഫ് സെക്രട്ടറി ആണ്. ഇനി കേന്ദ്ര തലത്തിലാണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. സോ IAS കേഡർമാരാണ് ഈ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആരാണ്? TV സോമനാഥനാണ്. TV സോമനാഥനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പരീക്ഷകളിലും നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു പദവിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതാരാണ്? DY ചന്ദ്രചൂഡാണ്. DY ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ CJI എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ലോക്പാൽ. ലോക്പാൽ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വന്ന ഒരു പദവിയാണ്. AM ഖാൻവിൽക്കർ ആണ്. ലോക്പാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഏത്? ലോക്പാൽ എന്ന് പറയുന്നത്. സോ അതാരാണ്? AM ഖാൻവിൽക്കർ ആണ്. AM ഖാൻവിൽക്കർ ആണ് അതെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ എന്താണ്? കേന്ദ്ര തലത്തില് അഴിമതി തടയുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിലാണെങ്കിൽ ആരാണ്? ലോകായുക്തയാണ് അഴിമതി തടയാനുള്ള സംസ്ഥാന തലത്തിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. ഏതാണ് അത്? ലോകായുക്തയാണ്. കേന്ദ്ര തലത്തിലാണെങ്കിൽ AM ഖാൻവിൽക്കർ ആണ് ഇപ്പോഴത്തെ ലോക്പാൽ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം ഏറ്റവും അടുത്ത് നടന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. AM ഖാൻവിൽക്കർ ആണ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആയിരുന്നു, ആദ്യത്തെ ലോക്പാൽ ആയിരുന്നു ആര്? പിനാക്കി ചന്ദ്രഘോഷ്. ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഈ AM ഖാൻവിൽക്കർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2ാമത്തെ ലോക്പാലാണ്. ISRO ചെയർമാൻ S സോമനാഥ് ആണ്. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. S സോമനാഥ് ആണ് ISRO ചെയർമാൻ എന്ന് പറയുന്നത്. UN സ്ഥിരം പ്രതിനിധി, അതായത് UN-ന്റെ വിവിധ സമ്മേളനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധീസ് എന്ന് ആരാണ്? പർവ്വതനേനി ഹരീഷ് എന്ന്, അല്ലെങ്കിൽ P ഹരീഷ് എന്ന് നമ്മൾ പറയും. പർവ്വതനേനി ഹരീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ സ്ഥിരം UN പ്രതിനിധി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. UN സ്ഥിരം പ്രതിനിധി എന്ന് പറയുന്ന ആരാണ്? പർവ്വതനേനി ഹരീഷ് എന്ന് പറയുന്നതാണ്. വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. ഓക്കെ, വിദേശകാര്യം വിക്രം, വിദേശം വിക്രം. ഓക്കെ, സോ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. വിക്രം മിശ്രിയാണ് വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ചിലപ്പോൾ ഈ രണ്ട് പദവികൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിഞ്ഞോളണം എന്ന് ഇല്ല.
അടുത്തത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഇപ്പോൾ ഇന്ത്യയിലുള്ളത് 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ്, 16ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്. സോ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ എന്താണ്? 16ാമത് ഫിനാൻസ് കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്. സോ അതിന്റെ തലവൻ എന്ന് പറയുന്ന ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ഓക്കെ, ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് 15th ധനകാര്യ കമ്മീഷനാണ്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷന്റെ തലവനായിരുന്നു NK സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആരാണ്? അരവിന്ദ് പനഗരിയ. മുൻ നീതി ആയോഗ് VC ആയിരുന്ന വ്യക്തിയായിരുന്ന ആളായിരുന്നു ആര്? അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത്. അടുത്തത് CAG ഓഫ് ഇന്ത്യ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, CAG ഓഫ് ഇന്ത്യ ആരാണ്? GC മുർമു അല്ലെങ്കിൽ ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ഫിനാൻസ് കണക്ഷനുമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് CAG. ഇന്ത്യയുടെ ധനകാര്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓഡിറ്റുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ഉദ്യോഗസ്ഥനാണ് CAG എന്ന് പറയുന്നത്. സോ CAG അല്ലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, പദവിയാണ്. സോ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG എന്ന് പറയുന്നത് കേട്ടോ, CAG. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ. PSC നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ അല്ലെ. അത് കേരളത്തിലായാലും അതുപോലെ കേന്ദ്ര തലത്തിലായാലും എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷനാണ് ആര്? വിജയഭാരതി സയാനി എന്ന് പറയുന്ന ആരാണ്? വിജയഭാരതി സയാനിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന്റെ കമ്മീഷന്റെ ചെയർമാൻ, കമ്മീഷൻ അല്ല കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അത് ആരാണ്? വിജയഭാരതി സയാനിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ആര്? അതിന്റെ ചെയർമാൻ ആണ് ആര്? ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ അഥവാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ആര്? നമ്മുടെ രാജീവ് കുമാർ എന്ന് പറയുന്നത്. അതുപോലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണ് ആര്? ഹീരലാൽ സമാരിയ എന്ന് പറയുന്നത്, വിവരാവകാശ കമ്മീഷണർ. അതുപോലെ UPSC ചെയർമാൻ ആരാണ്? പ്രീതി സുധനാണ്. പ്രീതി സുധനാണ്. ഇതും തൊട്ട് വളരെ ഇന്നിപ്പോ ഈ സെപ്റ്റംബർ 2024 സെപ്റ്റംബറിലെ കണക്കാണ് കേട്ടോ, സെപ്റ്റംബർ പ്രകാരമാണ്. അപ്പൊ നിങ്ങൾ ഭാവിയിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് നോക്കുക ഇതിൽ ഏതെങ്കിലും പദവികളൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് നോക്കുക. 2024 സെപ്റ്റംബർ മാസം വരെയുള്ള സെപ്റ്റംബറിലെ കാര്യങ്ങൾ കേട്ടോ, സെപ്റ്റംബർ മുഴുവൻ വരെയുള്ള കാര്യങ്ങൾ, അതാണ് അതുവരെയുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ പല അപ്പോയിന്റ്മെന്റ്സും ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വ്യോമസേനാ മേധാവി, അദ്ദേഹത്തിനൊക്കെ പദവി കഴിയാറായി. അപ്പൊ നിങ്ങൾ ഇനി ഭാവിയിൽ കാണുകയാണെങ്കിൽ അദ്ദേഹം തന്നെയാണോ എന്ന് കൂടി നിങ്ങളൊന്ന് നോക്കുക. ചിലപ്പം അദ്ദേഹത്തിന് പദവി നീട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ആളെ വെക്കാം. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കാം. സോ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രിയങ്ക് ഗനൂഗയാണ്. പ്രിയങ്ക് ഗനൂഗോ. ഓക്കെ, അടുത്തത് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തിയാണ്. ഓക്കെ, അല്ലെങ്കിൽ AK മൊഹന്തിയാണ്. അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? AK മൊഹന്തി. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ BN ഗംഗാധർ. ഡോക്ടർ BN ഗംഗാധർ ആണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഡോക്ടർ BN ഗംഗാധരനാണ്. ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പ്രകാശ് ശ്രീവാസ്തവയാണ്. നമ്മുടെ കൊച്ചിയിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത്, ബ്രഹ്മപുരം പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴയിട്ട സ്ഥാപനമാണ് ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന്, NGT എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയാം. ഓക്കെ ആണല്ലോ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. സോ 100 കോടി പിഴയിട്ട സ്ഥാപനമാണ്. സോ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പ്രകാശ് ശ്രീവാസ്തവയാണ്. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. ശക്തികാന്ത് ദാസ് ആണ് കേട്ടോ, ശക്തികാന്ത് ദാസ്. നബാർഡ് ചെയർമാൻ ആരാണ്? KV ഷാജിയാണ്. ഓക്കെ, നബാർഡ് ചെയർമാൻ എന്ന് പറയുന്നത് മലയാളിയാണ്. KV ഷാജിയാണ് നബാർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന, ഇതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് NGT, അതുപോലെ തന്നെ റിസർവ് ബാങ്ക്. എന്തായാലും അറിഞ്ഞിരിക്കുക, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പദവികളിൽ ഒന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട സേനകളുടെ കരസേനാ മേധാവി എന്ന് പറയുന്ന ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. അടുത്ത് നടന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. കരസേനാ മേധാവി എന്ന് പറയുന്ന ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ഓക്കെ, ദിനേശ് കുമാർ ത്രിപാഠിയാണ് കേട്ടോ, ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇപ്പോഴത്തെ നാവികസേനാ മേധാവി എന്ന് പറയുന്നത്. വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതായത് ഈ 3 സേനകളെയും ഒന്ന് കൺട്രോൾ ചെയ്യുന്ന, അതായത് അദ്ദേഹം ഇതിനേക്കാൾ ഉയർന്ന പദവിയല്ല, ജസ്റ്റ് ഒന്ന്
ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു സംയുക്ത സേനയാണ് അല്ലെ, ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി എന്നാണ് നമ്മൾ പറയാ. അതാരാണ്? അത് അനിൽ ചൗഹാനാണ്. അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ്. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വ്യോമസേനാ മേധാവി മാറാറായിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ VR ചൗധരി എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം മാറിയിട്ടുണ്ട്, അമർപ്രീത് സിംഗ് ആണ് കേട്ടോ. പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്, ഏറ്റവും അടുത്തായിട്ട് വന്നൊരു വ്യക്തിയാണ്. വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. ഇനി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനാണ്. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറിയും നീതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. ഈ ഒരു PPT-യിൽ കാണുന്ന, ഈ ഒരു സ്ലൈഡിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാനുള്ളതില്ല, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കരസേനാ മേധാവി, നാവികസേനാ മേധാവി, വ്യോമസേനാ മേധാവി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതുപോലെ നീതി ആയോഗ് വൈസ് ചെയർമാന്, നീതി ആയോഗ് CEO. ഓക്കെ, ഇതൊക്കെ ആരാണ്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഈ സ്ലൈഡിലുള്ള 6 പോയിന്റുകളും കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? മാധവ് കൗശിക് ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? മാധവ് കൗശിക്. കേന്ദ്ര ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? V നാഗദാസ് അല്ലെ. കേരളത്തിലാണെങ്കിൽ മുരളി ചീരോത്താണ്. കേന്ദ്ര ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? V നാഗദാസ് ആണ്. പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാരം അഹിർ ആണ് കേട്ടോ. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. OBC അല്ലെ, അതായത് പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാരം അഹിർ എന്ന് പറയുന്നതാണ്. SC കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. വളരെ അടുത്ത് നടന്ന 2024 നടന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 23 നടന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ് SC കമ്മീഷന്റെ. 3 വർഷമാണ് ഇതിന്റെ കാലാവധി. ഈ ഒരു ചെയർമാന്റെ കാലാവധി 3 വർഷമാണ്. സോ SC കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? കിഷോർ മക്വാനയാണ്. അടുത്തത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുമ്പോൾ ആരാണ്? അത് വൈസ് പ്രസിഡന്റ് അഥവാ ജഗദീപ് ധൻകർ ആണ്. ഇവിടെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആണ്, അതാരാണ്? ഹരിവംശ് നാരായണൻ സിംഗ് ആണ്. രാജ്യസഭാ നേതാവ് JP നഡ്ഡയാണ്. രാജ്യസഭാ നേതാവ് ആരാണ്? JP നഡ്ഡ. ഓക്കെ, അതായത് രാജ്യസഭയിലുള്ള ഒരു മന്ത്രി, ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ് എന്ത് ചെയ്യുക? രാജ്യസഭാ നേതാവായിട്ട് തെരഞ്ഞെടുക്കുക. സോ ആരാണ്? JP നഡ്ഡയാണ്. ഓക്കെ ആണല്ലോ. രാജ്യസഭയിലുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ് രാജ്യസഭയുടെ തലവൻ, രാജ്യസഭയുടെ നേതാവായിട്ട് സെലക്ട് ചെയ്യുക. സോ ഇപ്പൊ കറന്റ് ആരാണ്? JP നഡ്ഡയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. റായ്ബറേലിയിൽ നിന്നും വയനാട്ടിൽ നിന്നും വിജയിച്ച വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. വയനാട്ടിലെ ലോക്സഭാ അംഗത്വം അദ്ദേഹം എന്താണ്? അദ്ദേഹം 2 മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മണ്ഡലം എന്ത് ചെയ്യണം? നമ്മൾ അത് ഒഴിവാക്കണം. സോ വയനാട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അവിടെ ബൈ ഇലക്ഷൻ വരും, അതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അറിഞ്ഞിരിക്കുക, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള അല്ലെ. 2ാം തവണയാണ് അദ്ദേഹം, തുടർച്ചയായ 2ാം തവണയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ലോക്സഭയുടെ സ്പീക്കർ ആവുന്നത്. സോ ഓം ബിർളയാണ്. ഇനി നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് വനിതാ കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ, അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, വനിതാ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് നമ്മുടെ രേഖ ശർമ്മയാണ്. തുടർച്ചയായ 2 തവണ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടുള്ള വ്യക്തിയാണ് ആര്? രേഖ ശർമ്മ എന്ന് പറയുന്നത് കേട്ടോ. രേഖ ശർമ്മ 2018 മുതൽ അവരാണ് വനിതാ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പേരുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കണക്ഷനൊക്കെ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നമുക്കറിയാം LDC പരീക്ഷ ഏകദേശം അവസാനിക്കാനായി. ഒക്ടോബർ 20 കൂടിയിട്ട് LDC പരീക്ഷ കഴിഞ്ഞു അല്ലെ. ഈ വർഷത്തെ LDC പരീക്ഷ മുഴുവൻ ഘട്ടങ്ങളും കഴിഞ്ഞു. ഇനി LGS പരീക്ഷയാണ്. ഓക്കെ, അപ്പൊ LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പല ആൾക്കാരും ചിലപ്പം LDC കഴിഞ്ഞിട്ട് ചിലപ്പം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പല ആൾക്കാരും LDC പരീക്ഷ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ പഠനത്തിൽ വിരസത കാണിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, ഒരു മടി തോന്നുന്നുണ്ടാവും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കിൽ ഒരു 45 ദിവസത്തെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്രാഷ് കോഴ്സിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
PYQസിലൂടെ നിങ്ങൾക്ക് മാക്സിമം കണ്ടന്റ് അതായത് കഴിഞ്ഞു പോയ 10th പ്രിലിംസ് അതുപോലെ തന്നെ LGS പരീക്ഷകളുടെ LGS നിലവാരമുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ ഓരോ ടോപ്പിക് നമ്മൾ PYQസിലൂടെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ നിങ്ങൾക്കൊരു ടൈം ടേബിൾ നിർബന്ധമാണ് അല്ലെ, കാരണം വിത്തിൻ ടൈം അല്ലെ, നമ്മൾ ആ ഒരു 45 നിങ്ങളുടെ എക്സാം എന്നാണോ ഇപ്പോൾ ഈ പറയുന്ന പാലക്കാട് ജില്ലക്ക് November 2 അവർക്ക് ഇനി 40 ദിവസത്തിന്റെ ഉള്ളിലേ ഉള്ളൂ ദിവസങ്ങൾ. തീർച്ചയായിട്ടും കുറച്ച് സമയം കൊണ്ട് നല്ലൊരു ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന ഒരു ബാച്ച് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, തുടക്കം തൊട്ടേ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. സോ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നോട് പറയാനുള്ളത് അടുത്തു കഴിഞ്ഞു, ഇനി നമ്മൾ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒരുപാട് ദൂരത്തായിട്ട് പോകും. സോ അതുകൊണ്ട് ആരും ഉഴപ്പരുത്. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആ കണ്ടന്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേൾഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്, പിന്നെ പുതിയ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാര്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോകളുടെ കമന്റ്സ്, നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണ് ഇനി പ്രതീക്ഷിക്കുന്നത്, കറന്റ് അഫയേഴ്സ് ഭാഗത്ത് ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ ഒരു 45 ഡേയ്സിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.